Hello everyone, this is Uttara Ramesh and ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് ബർത്ത്ഡേ ആണെങ്കിലും ഇതേവരെ ഇല്ലാത്ത കൈൻഡ് ഓഫ് ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലായ്മയാണ് എനിക്കിന്നുള്ളത്. കാരണം എനിക്ക് സെമസ്റ്റർ എക്സാംസ് ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് ലോങ് വ്ലോഗ്. സോ ഐ റിയലി ഡോണ്ട് നോ ഹൗ ടു ടേക്ക് ഇറ്റ് ഫോർവേഡ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു അറിവിൽ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങനെ തന്നെ പറ്റും. അപ്പോൾ ഫ്ലോസ് ഉണ്ടാവും, ക്ഷമിക്കുക. ആൻഡ് ഇന്ന് ബർത്ത്ഡേ ആയതോടും കൂടെ ബർത്ത്ഡേ വ്ലോഗ് ആദ്യമായിട്ട് ഇടാം. സോ ലെറ്റ് സ്റ്റാർട്ട് ഇൻ ദാറ്റ് വേ എന്ന് ഞാൻ വിചാരിച്ചു. ഇന്ന് സെമസ്റ്റർ എക്സാംസ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് ഐ വാസ് ലൈക്ക് ബ്രോ, ബർത്ത്ഡേ ഇതിലാവട്ടെ, എക്സാം ആണല്ലോ, ഒന്നും ഉണ്ടാവാൻ പോകണമെന്നില്ല. ഇറ്റ്സ് എ ഹെക്ടിക് ഡേ, അപ്പോൾ ലെറ്റ് ഇറ്റ് ബി. പക്ഷെ ഞാൻ അങ്ങനെ ഒരാളല്ല, ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളല്ല. ഇപ്പോഴും ബർത്ത്ഡേനെ കുറിച്ച് കുറേ ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ബർത്ത്ഡേ വന്നു, എന്താ പറയുക, 12 മണിയാവുന്നു. എൻ്റെ വേണ്ടപ്പെട്ട എൻ്റെ സർക്കിളിലുള്ള എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവരും എന്നെ വിളിച്ച് വിഷ് ചെയ്തു, വിച്ച് റിയലി മെയ്ഡ് മൈ ഡേ. ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് എത്ര ലക്കിയാണ് ഞാൻ എന്നുള്ളത്. ആക്ച്വലി എൻ്റെ ഫുൾ മൂഡ് അങ്ങോട്ട് മാറി. ആൻഡ് എൻ്റെ അനിയത്തിയുടെ സർപ്രൈസ്, എൻ്റെ അമ്മയുടെ സർപ്രൈസ്, 12 മണിക്ക് എണീറ്റ് അവർ രണ്ടുപേരും കൂടെ എങ്ങനെയൊക്കെയോ സെറ്റപ്പ് ചെയ്ത് കുറച്ച് ചെറിയ സർപ്രൈസും, അവളുടെ എല്ലാം കൊലത്തിയും പോലത്തെ ഒരു കാർഡ് വിഷ് മേക്സ് എവറി ഇയർ വിത്ത് ഓൾ ഓഫ് എ ലവ് ആൻഡ് ഹാർട്ട്. അതാണ് എനിക്ക് ഏറ്റവും, എന്താ പറയുക, ഏറ്റവും ട്രഷർ ചെയ്യുന്നൊരു ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അത് കിട്ടി. അപ്പോൾ തന്നെ എനിക്ക് വാവ്. എന്നാലും എൻ്റെ ആ ഒരു പേടി ടുവേർഡ്സ് എക്സാം കുറേ, കാരണം ഞാൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഒരു മൂഡായിരുന്നില്ല. രാവിലെ എണീക്കുന്നു, പഠിക്കുന്നു, ബുക്ക് എടുത്ത് പോകുന്നു, രാത്രി പഠിക്കുന്നു, രാവിലെ പഠിക്കുന്നു, ഉറക്കമൊന്നും പ്രോപ്പറില്ല, കണ്ണൊക്കെ ഭയങ്കര വേദന. അങ്ങനെ കോളേജിൽ പോകുമ്പോഴേക്കും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഹാപ്പി ബർത്ത്ഡേ ഉത്തു, ഹാപ്പി ബർത്ത്ഡേ ഉത്തര, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഫുൾ ഹാപ്പി ബർത്ത്ഡേ. ഇപ്പോഴും ഞാൻ ഹാപ്പി ചെയ്യുന്നു. പക്ഷെ അതേസമയം ഐ വാസ് ലിറ്ററലി ടെൻസ്. ലൈക്ക് എൻ്റെ ടെൻഷൻ കാരണം എനിക്ക് ആ ഒരു ഹാപ്പിനെസ്സിനെ പുറത്തിറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കോളേജിലെത്തുമ്പോഴേക്കും നമ്മൾ ടീംസ് വരുന്നു, ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ ആയി. അതെനിക്ക് വളരെ ക്യൂട്ടായി ഫീൽ ചെയ്തു. കാരണം ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് നിയർലി ഒരു 4 to 5 months ആയിട്ടുള്ളൂ. ആൻഡ് ദേ ട്രീറ്റ് മീ ആസ് ലൈക്ക് വി നോ ഫോർ ലൈക്ക് സോ മെനി ഇയേഴ്സ്. ആൻഡ് ദാറ്റ് വാസ് ലിറ്ററലി, എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നാലും നമ്മുടെ എക്സാമിൻ്റെ ടെൻഷൻ മെയിനായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നു. എക്സാം വാസ് ലൈക്ക് നോട്ട് ആസ് ബാഡ് ആസ് ഐ തോട്ട്. അത് കഴിഞ്ഞു ഇറങ്ങുന്ന സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് എന്നെ ലാഗ് അടുപ്പിക്കണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് മനസ്സിലായില്ല. ലാഗ് അടുപ്പിച്ച് ഇങ്ങനെ ആ ചിലവ് വേണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ അവസാനം അവിടെ പോയപ്പോഴാണ് ഒരു സർപ്രൈസ് ആയിട്ട് നമ്മൾ കേക്ക് കൊടുത്തു. സർപ്രൈസ് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങളവിടെ കേക്കൊക്കെ കട്ട് ചെയ്തു. നല്ല രസമായിരുന്നു. ഞാൻ അവിടെ നമ്മൾ നിന്ന കടയിലുള്ള ചേട്ടൻ പെട്ടെന്ന് വന്നിട്ട് എനിക്ക് മിഠായിയൊക്കെ തന്നു. എനിക്ക് ആ ചേട്ടൻ എന്നെ ഭയങ്കരമായിട്ട് അറിയൊന്നുമില്ല, ബട്ട് ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ ഹി ജസ്റ്റ് കെയിം. ദാറ്റ് വാസ് എ ലിറ്ററലി വെരി ലവ്ലി ജെസ്റ്റർ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ വി ഹാഡ് സം ഗുഡ് മൊമെൻറ്റ്സ് വിത്ത് സം സ്പെഷ്യൽ പീപ്പിൾ. ആൻഡ് ദെൻ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലാണെങ്കിലും എന്താ പറയുക, വല്യമ്മ, പ്രണതി, എവ്രി വൺ, ലൈക്ക് എവ്രി പീപ്പിൾ ഐ കെയർ അബൌട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ബർത്ത്ഡേയുടെ ഇന്ന് എനിക്ക് അവരായിട്ട് സംസാരിക്കാൻ പറ്റി, വിച്ച് ഈസ് എ റിയലി ബിഗ് തിങ് ഫോർ മീ. ഞാനിപ്പോൾ ആലോചിക്കുന്നത് വി ഡിഡ്ന്റ് സെലിബ്രേറ്റ് ടുഡേ. 5-ാം തീയതി എൻ്റെ പിറന്നാളാണ്, നാളെ അച്ഛൻ തിരിച്ചെത്താണ്. സോ വി തോട്ട് ലൈക്ക് 5-ാം തീയതി എന്തെങ്കിലും ചെയ്യാം. പക്ഷെ 5-ാം തീയതി എനിക്ക് എക്സാം ഉണ്ട്. ഓൾസോ ഐ ഹാവ് എ വർക്ക് ഓൺ ദാറ്റ് ഡേ. അപ്പോൾ അന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഐ റിയലി വാണ്ടഡ്, എനിക്കൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അനുസരിച്ച് ഒരു ദിവസം വർക്കൗട്ട് ആക്കണം എന്നുണ്ട്. നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ടുള്ളല്ലോ കാര്യങ്ങൾ നടക്കുക. സോ ഐ ഹോപ്പ് അതിനനുസരിച്ച് നടക്കുകയാണെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഐ റിയലി വാണ്ടഡ് ടു പുട്ട് എ ലോങ് ഡേ. ആൻഡ് ദിസ് വുഡ് ബി മൈ ഫസ്റ്റ് വ്ലോഗ്. അതും എൻ്റെ ബർത്ത്ഡേ വ്ലോഗായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദിസ് വാസ് ഇറ്റ് അബൌട്ട് ടുഡേ. ആൻഡ് വരുന്ന കാര്യങ്ങൾ ഇനി വരുന്നത് നമുക്ക് അങ്ങനെ ആഡ് ഓൺ ചെയ്ത് പോവാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് അമ്മ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കി. എൻ്റെ അനിയത്തിയുടെ കൂടെ നടന്ന് ഇപ്പം എനിക്കും സ്ട്രെസ്സ് വന്നിരിക്കുമ്പോൾ നല്ല ഫുഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു നല്ല സ്ട്രെസ് റിലീഫാണ്. അങ്ങനെ അതോടെ December 1st കഴിഞ്ഞു. പിറ്റേ ദിവസം തന്നെ അച്ഛൻ ലാൻഡ് ചെയ്തു. അങ്ങനെ December 2-ാം തീയതി മുതൽ 4-ാം തീയതി വരെ എക്സാമിൻ്റെ ചിന്തയിൽ അങ്ങനെ പോയി. പിന്നെ December 5-ാം തീയതി വന്നു.
അന്നായിരുന്നു എൻ്റെ പിറന്നാൾ. അന്ന് എൻ്റെ ലാസ്റ്റ് എക്സാമും ആയിരുന്നു. എനിക്ക് അന്നത്തെ ദിവസം വർക്കും ഉണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞ് വർക്കിനും പോകണമായിരുന്നു. അപ്പം എക്സാമിൻ്റെ ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും രാവിലെ തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണമല്ലോ, അല്ലെങ്കിൽ അത് മറന്നു കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ രാവിലെ തന്നെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. ഇന്ന് എൻ്റെ പിറന്നാളാണ്. അന്ന് കഴിഞ്ഞ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു. ഇന്ന് എൻ്റെ പിറന്നാളാണ്. ഇന്നും എനിക്ക് എക്സാം ഉണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വർക്ക് ഉണ്ട്. അപ്പം ഇന്ന് ഒരു പ്രെറ്റി ഹെക്ടിക് ഡേ ആയിരിക്കും. അപ്പോൾ എന്തായാലും രാവിലെ അമ്പലത്തിൽ പോകണം. അച്ഛനും അമ്മയും കോളേജിൽ കൊണ്ടുവിടും. എക്സാം എന്താണെന്നുള്ള ഒരു ഐഡിയ ഇല്ല, നല്ല പേടിയുണ്ട്. ആൻഡ് ദെൻ അത് കഴിഞ്ഞ് നേരെ വർക്കിന് പോകണം. അത് കഴിഞ്ഞ് നോക്കാം എങ്ങനെയുണ്ടെന്നത് ദിവസം എന്നുള്ളത്. എനിവേ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഞാൻ എന്താ പറയുക മാനിഫെസ്റ്റേഷനിലൊക്കെ ബിലീവ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ എൻ്റെ ഈ പിറന്നാളിന് ഐ ഗോട്ട് വർക്ക് ആൻഡ് ഐ ലവ് ഡൂയിങ് വാട്ട് ഐ ഡു. അപ്പം ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആൻഡ് ഐ ഹോപ്പ് ഈ ഒരു ഡേ പ്രോപ്പർലി എനിക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റും എന്നുള്ളത്. സോ ലെറ്റ്സ് സീ. ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മളെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് കൊണ്ടുവിടാം എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ആ ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവൽ സന്തോഷമാണല്ലേ. അപ്പം ഇന്നത്തെ ദിവസം അത് കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. അങ്ങനെ നേരെ വണ്ടി വിട്ടത് ചെമ്പൂത്ര അമ്പലത്തിലേക്കാണ്. എല്ലാ കൊല്ലവും എൻ്റെ പേരിൽ പട്ടും താരിയും അവിടെ ഒരു വഴിപാട് പോലെ ചെയ്യാറുണ്ട്. അമ്പലത്തിൽ പോയിട്ട് വരാം. എൻ്റെ എന്ത് മാസം എൻട്രി ചെയ്യാൻ നോക്കൂ, ഞാൻ ചെല്ലുമ്പോഴേക്കാണ് വഴിപാട് തുടങ്ങിയത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി നമ്മൾ ചെയ്യാറിലെല്ലാം വഴിപാടുകളും എല്ലാ കൊല്ലം ചെയ്യാറിലെല്ലാം വഴിപാടുകളും കഴിഞ്ഞു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നല്ല ബ്ലൂ സ്കൈ ആയിരുന്നു. ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ December 1st ഇന്ന് December 5th നല്ല ബ്ലൂ സ്കൈ, നല്ല രസമുള്ള കാറ്റൊക്കെ ആയിരുന്നു. പക്ഷെ 2, 3, 4 മഴയായിരുന്നു. അമ്പലത്തിൽ തൊഴുതു, സന്തോഷമായി, പട്ടും താലിയൊക്കെ കൊടുത്തു. എവറി ഇയർ അമ്മ ചെയ്യാറുള്ളൊരു സംഭവമാണ്. ഇന്ന് നമുക്ക് നേരെ എവിടേക്കാണ് പോകേണ്ടത്? ഇക്ഷാളത്തോട് സെന്റ് വിൻസെന്റ് പള്ളോട്ടി. നമുക്ക് കുഞ്ഞാറ്റിനെ ഡ്രോപ്പ് ആക്കണം. അത് കഴിഞ്ഞ് നമ്മൾ സെൻട്രൽ ഓഫീസിലേക്ക് പോകുന്നു, എന്നെ ഡ്രോപ്പ് ആകുന്നു, എക്സാം എഴുതുന്നു, എക്സാം സൂപ്പറാകുന്നു, അത് നമ്മൾ വർക്കിന് പോകുന്നു. പോണ വഴിക്ക് കുഞ്ഞാറ്റിനെ ആദ്യം ഡ്രോപ്പ് ചെയ്തിട്ടാണ് എൻ്റെ കോളേജിലേക്ക് പോണത്. കുഞ്ഞാറ്റിക്ക് എന്നും എക്സാം ആയതുകൊണ്ട് അവളുടെ മുഖത്ത് ആ ഒരു ഭയങ്കര വലിയൊരു ഹാപ്പിനെസ് എന്നും ഉണ്ടാവാറില്ല. കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവളെ വിട്ടു. അത് കഴിഞ്ഞ് എന്നെയും വിട്ടു. പിന്നെയുള്ള കാര്യം റെസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയണ പോലെയാണ്. എക്സാമൊക്കെ എഴുതി കിളി പോയി. അപ്പോൾ ഒന്നും എടുത്തില്ല ഞാൻ വീഡിയോസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ വർക്ക് പ്ലേസിലേക്കാണ് വന്നത്. ആറാട്ടുപുഴയായിരുന്നു അത്. വെരി പ്രെറ്റി പ്രോപ്പർട്ടി. നമ്മൾ എക്സാം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എത്തി. നമ്മൾ പറഞ്ഞ ടൈമിൽ നേരത്തെ എത്തി. നമ്മൾ കുറച്ച് നേരത്തെ കാണിച്ച പാടം ആക്ച്വലി ഈ പ്രോപ്പർട്ടിയുടെ മുന്നിലുണ്ടായതാണ്. ആൻഡ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണുമ്പോൾ ഐ റിയലി ഫീൽ സോ മച്ച് ഓഫ് പീസ്. എനിക്ക് അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്ന കാര്യം. ഇപ്പോൾ ഒരു ബ്ലൂ സ്കൈ കണ്ടാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാവും അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ പിറന്നാളിലന്ന് ഇങ്ങനത്തെ ഒരു പീസ്ഫുൾ പ്ലേസ് കാണാൻ പറ്റുന്നതിൽ ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു. ആൻഡ് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ഇവിടെയാണ് നമുക്ക് റൂം ഉണ്ടായിരുന്നത്. ബ്രൈഡ് എത്ര ടൈമും കൊണ്ട് നമ്മൾ ഏകദേശം ഒന്ന് ചുറ്റിക്കും. അത് കഴിഞ്ഞ് ഒരു 5:30 ആകുമ്പോഴേക്കും ബ്രൈഡ് വന്നു. നമ്മൾ പരിപാടിയൊക്കെ തീർത്തു. ഒരു 7:30 ആകുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഹലോ എവ്രിവൺ, ഞാൻ എത്ര കെട്ടിയൊരുങ്ങി കിട്ടാൻ നല്ല. ഇന്നാണ് നമ്മൾ ഒരു ചെറിയൊരു സെലിബ്രേഷൻ മോഡെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പിക്സൊക്കെ എടുക്കാം. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ ബി. നമ്മളപ്പോൾ ആക്ച്വലി പോവാൻ ഉദ്ദേശിക്കുന്നത് പുള്ളുപാടത്താണ്, വിച്ച് ഇസ് എ വെരി പീസ്ഫുൾ പ്ലേസ്. ഞാൻ അവിടെ നമ്മൾ ഈ തട്ടുകടകളൊക്കെ ഉണ്ട്. എനിക്ക് ആഗ്രഹം എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ ഡേ സ്പെൻഡ് ചെയ്യാൻ അവിടെയായിരുന്നു എനിക്ക് ആഗ്രഹം. നമ്മൾ വിചാരിച്ചോളത്തേക്ക് അപ്പോൾ അങ്ങോട്ട് പോയപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് അവിടുത്തെ കുറച്ചും കൂടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു താമരക്കുളമുണ്ട്, യു വിൽ ലവ് ഇറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് വിട്ടു. അങ്ങോട്ട് പോയപ്പോഴാണ് ഓ മൈ ഗോഡ്, ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ മിസ്സായത്. അടിപൊളി പീസ്ഫുൾ പ്ലേസ്. എനിക്ക് ആ സ്ഥലം കണ്ടപ്പോൾ അങ്ങോട്ട് ഒരു
ഹാപ്പിനെസ് അങ്ങോട്ട് ഓവർവെൽമിനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗോഡ്, എനിക്ക് ഇങ്ങനെ എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് സ്പെൻഡ് ചെയ്യാൻ വന്ന ഒരു ദിവസത്തിൽ ഇതും കൂടെ ഒരു ആഡ് ഓൺ വന്നപ്പോൾ ഐ വാസ് സൂപ്പർ ഹാപ്പി. എല്ലാവരും നല്ല രീതിക്ക് എൻജോയ് ചെയ്തു, നല്ല അടിപൊളിയായിരുന്നു. അതിനോട് നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു അടിപൊളി പാടം ഇങ്ങനെ കിടക്കുകയായിരുന്നു. നമ്മൾ അവിടെയൊക്കെ പോയി നല്ല രസമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു ഫാമിലിയായിട്ട്, ഫോട്ടോസ് കുറേ എടുത്തു. നല്ല ഹാപ്പി. മൊത്തത്തിലുള്ള കൺക്ലൂഷൻ ഇതാണ്, നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഇന്നെൻ്റെ ബർത്ത്ഡേയുടെ പേരിലാണല്ലോ ഇവിടേക്ക് വന്നത്. എനിക്കിഷ്ടപ്പെട്ട സ്ഥലത്ത് എനിക്കിഷ്ടപ്പെട്ട ആൾക്കാരുടെ ഒപ്പം കുറച്ചധികം നേരം അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഐ ആം റിയലി ഹാപ്പി. ബർത്ത്ഡേയുടെ അന്നും പിറന്നാളിലൊന്നും എക്സാം ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അമ്മയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മളെല്ലാവരും കൂടെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം. അതായിരുന്നു എനിക്ക് ആഗ്രഹമുള്ള കാര്യം. ഞാനത് നടക്കുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് നടന്നു. നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ കുറച്ച് ഫുഡും കൂടെ നമ്മൾ കഴിക്കും. അതും എനിക്കിഷ്ടമുള്ള സ്ഥലത്തു നിന്നായിരിക്കും. അതും കൂടെ കഴിഞ്ഞാൽ ദ ഡേ ഈസ് അപ്പ്. എനിക്ക് ഭയങ്കര അധികം ഹാപ്പി ആയിട്ടുണ്ട് ഞാൻ. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഇന്ന ദിവസം വരുന്നു. കാരണം നമ്മുടെ ചരിത്രത്തിൽ അങ്ങനെ കുറവാണ് വിചാരിക്കുന്ന സ്ഥലത്തേക്ക് അന്ന് തന്നെ പോകാമെന്നുള്ളത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഡേ. ഐ എം റിയലി ഹാപ്പി. ദിസ് ഇസ് എ വെരി പ്രിറ്റി പ്ലേസ്. വളരെ അടിപൊളി സ്ഥലമാണ് ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ വ്ളോഗ് ഇതുവരെ നീട്ടിക്കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള എനിക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം ദിസ് ഇസ് മൈ ഫസ്റ്റ് വ്ളോഗ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി അടുത്തടുത്തടുത്ത് വീഡിയോകൾ വരും. അപ്പോൾ till then, it's Uttara Ramesh. Ta-ta. So this was all about my birthday. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.